രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നല്ല പച്ചവെള്ളം അത് കുടിക്കും. നിങ്ങളെല്ലാവരും കുടിക്കണം, നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഉഷാറായിട്ട്. പിന്നെ നിത്യവും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അല്പനേരം, ഒരുപാട് നേരമൊന്നുമില്ല കേട്ടോ, എല്ലാം ഓരോ മിനിറ്റാണ്. ഒരു മിനിറ്റ് ബൈബിള് ജസ്റ്റ് ഒന്ന് തുറക്കും, അത് വായിക്കും. അതിനകത്ത് എന്താണോ കിട്ടുന്നത് വായിക്കും. ഒത്തിരി ഒന്നും അതിനെപ്പറ്റി വലിയ അറിവോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മൾ പഠിച്ചതും നമുക്ക് കാരണവന്മാരായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അതിൽ നോക്കിയത് വായിക്കും. നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. അത് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ചെയ്യാത്തവർ ഇട്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കൊരു പ്രത്യേകതയുള്ളത്, ഞാൻ അവിടെ ഒരു തൊട്ടടുത്ത് തന്നെ കൃഷ്ണനുണ്ട്, ആദ്യം ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ട്, അതും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് കാരണങ്ങൾ ഉണ്ട് പലതും. അത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് മുറ്റത്തിരിക്കുമ്പോൾ വളരെ ഭയങ്കര സുഖമാണ്. നമ്മുടെ മുറ്റത്ത് വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൽ കുറേ പക്ഷികളൊക്കെ വന്നിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ അധികം ഒരുപാട് വീടുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് കുറച്ച് നടക്കാനൊക്കെ നല്ല സുഖമാണ്. രാവിലെ തന്നെ കുറച്ച് ചെറുതായിട്ടിട്ട് അത് വീടിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു ഏരിയ, പക്ഷികളുടെയും അതുപോലെ ചെറിയ ചെറിയ പ്രകൃതിയിലെ സൗണ്ടുകളൊക്കെയാണ് നമ്മൾ കേൾക്കുക. അത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വീട്ടിലുള്ളപ്പോൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എപ്പോഴാണോ വീട്ടിലുള്ളത് ആ സമയങ്ങളിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ 2 വീലർ എടുത്തിട്ട് നമ്മുടെ ഒരു പാടമുണ്ട് ഞങ്ങളുടെ, ആ പാടത്തോട്ട് പോകും. അയ്യോ, ഇപ്പോഴാണ് കണ്ടേ, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഹെൽമെറ്റ് വയ്ക്കാതെ 2 വീലർ ഓടിക്കുന്ന ശിശാർഗാണ്, സോറി. അത് ഞാൻ തൊട്ടടുത്ത് നമ്മുടെ പാടത്തേക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ വയ്ക്കാതിരുന്നത്, ക്ഷമിക്കണം. ഇതൊരു ഭയങ്കര അനുഭൂതിയുള്ള സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കിളികളും അമ്പലത്തിൽ നിന്ന് വരുന്ന കുറേ അവിടുത്തെ പൂജ ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ ആ ഒരു ഐശ്വര്യവും ഫ്രഷായിട്ടുള്ള എയറും എല്ലാം കൊണ്ട് നമ്മൾ അതിൽ കൂടെയൊക്കെ നടക്കും. ഇത് ഞായറാഴ്ച നിർബന്ധമായിട്ട് ഞാൻ പോയിരിക്കും. നിങ്ങളിടയ്ക്ക് ഇങ്ങനെ പോകണം കേട്ടോ, നല്ലതാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഇവിടെ അധികം വണ്ടികളോ അല്ലെങ്കിൽ അധികം വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയാണ് ഞങ്ങൾ പ്രഭാത നടത്തം. നമ്മൾ ഇടയ്ക്ക് ശരീരത്തിനെയും കൂടി നമ്മൾ നോക്കണ്ടേ. ശരീരം ഉഷാറായിട്ടിരുന്നാലല്ലേ നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ ഭംഗി വളരെ വളരെ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണിത് ഫുള്ള്. വളരെ രസമാണ്. നിങ്ങൾ വല്ലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ വരുവാണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഭാതത്തിന് കറക്റ്റ് പ്രഭാതങ്ങളിൽ നമുക്ക് നടക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ചെറിയ ചെറിയ നമുക്ക് ബേസിക്കായിട്ടുള്ള എക്സസൈസൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഞായറാഴ്ചകളിലാണ് എൻ്റെ കാരണവന്മാരായിട്ടുള്ള സുഹൃത്തുക്കളെയൊക്കെ, പ്രായമുള്ളവരാണ് എൻ്റെ കൂട്ടുകാരൊക്കെ. അവരൊക്കെ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് അവരെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഇവിടുന്ന് കുടിക്കുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുവാ, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ കേട്ടാ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ ഒരു ചായക്കടയും പലചരക്കട. നമുക്ക് എല്ലാ സാധനങ്ങളും അത്യാവശ്യം പച്ചക്കറി, ചായ, അരി എല്ലാം തന്നെ കിട്ടും. എല്ലാ തരത്തിലുള്ള ഗ്രോസറി ഐറ്റംസും അവിടെ കിട്ടും. ആളുടെ ഒരു സ്പെഷ്യൽ ചായ ഉണ്ട്, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ആളൊരു ചായ തരും. അടിപൊളിയാണ്, നല്ല നല്ല ടേസ്റ്റാണ്. ആൾ വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു ചേച്ചിയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് നടത്തുന്നൊരു ടീ ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി ചായയൊക്കെ കുടിക്കാം. സാധനങ്ങളൊക്കെ നല്ല അടിപൊളി പച്ചക്കറിയൊക്കെ കിട്ടും. ആ ചായ അടിക്കുന്ന ഭംഗിയുണ്ടോ? വിശദീകരിക്കണ ചായ. ഈ ചായയിൽ എന്തൊക്കെ ഇട്ടുണ്ടെന്ന് പറഞ്ഞേ? ഈ ചായയിൽ എന്തൊക്കെ ഇട്ടുണ്ടെന്ന് പറഞ്ഞേ? പിന്നെ നമ്മുടെ ഇഞ്ചി ഉണ്ട്, ചായപ്പൊടി ഉണ്ട്, പാലുണ്ട്. പിന്നത്തെ സൂത്രപ്പണികളൊന്നും നമുക്ക് പറഞ്ഞു തരില്ല കേട്ടോ, എന്താന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് കൊഴുക്കുള്ളി സ്പെഷ്യൽ ചായ നല്ലതന്നെ. കൊഴുക്കുള്ളി സ്പെഷ്യൽ ചായയുടെ പ്രത്യേകത ആളുണ്ടാക്കണമെന്നാണ് അതിൻ്റെ പ്രത്യേകത. ചേച്ചി കൊഴുക്കുള്ളി നമ്മുടെ ചേച്ചി. ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇത്രയും. അപ്പോൾ ഈ നമ്മുടെ ചായക്കടയിൽ നിൽക്കുമ്പോഴൊരു ഗുണം, നമുക്ക് അത്യാവശ്യം അവിടുത്തെ ചായ കുടിക്കാൻ വരുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അവരുടെ അടുത്ത് നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, സത്യമായ കാര്യങ്ങളാണ് അവരൊക്കെ പറയുക. അപ്പോൾ നമ്മൾ സ്ഥിരം അവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സൺഡേയിലാണ് നമ്മൾ വിശേഷങ്ങൾ ഒക്കെ അന്വേഷിച്ചൊക്കെ അത്യാവശ്യം പൊതു പ്രവർത്തന മേഖലകളിലൊക്കെ ഉള്ള കാരണം കൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടിയിട്ട് അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അതൊരു ജംഗ്ഷനാണ്. ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയൊരു ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ വളരെ പോസിറ്റീവായുള്ള ആൾക്കാരൊക്കെ കാണും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്താണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഇനി മുതൽ നമ്മൾ വീഡിയോ കൂടുതലായിട്ട്